ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂ. സാരമില്ല, ഇനി ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ. സർ, പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ ആ കൊലയ്ക്കുള്ള മോട്ടീവ് എന്തെങ്കിലും പിടികിട്ടിയോ സർ? ഈ 3 സംഭവങ്ങൾ ഇതുവരെ യാതൊരു ക്ലൂവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് തികഞ്ഞ അനാസ്ഥയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? ഒരു കൊലപാതകം കൂടി നടക്കുന്നുള്ള സൂചനയല്ലേ സർ ഇപ്പോഴത്തെ സംഭവം? ഇനി ഒരു കൊലപാതകം കൂടെ നടക്കില്ല. എന്തുറപ്പാണ് സർ? എന്റെ അപ്പന്റെ പേര് അബ്രഹാം എന്നാ, അതെന്നെ ഉറപ്പ്. സാർ, ഈ 3 മർഡറിലും സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ലെറ്ററുകൾ നമുക്ക് കാണിച്ചു തരുന്നത് ദൈവ വെളിപാട് കിട്ടി ബലി നൽകാൻ ഇറങ്ങിയ ഒരു അഭിനവ അബ്രഹാമിനാണ്. ഓരോ കൊലപാതകത്തിലും രക്ഷിതാക്കളോടൊപ്പം ഒരു കുട്ടിയും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കൊലയ്ക്ക് പ്രേരകമായ സാമ്പത്തിക മോഹമോ മുൻവൈരാഗ്യമോ അങ്ങനെയുള്ള ഒരു പ്രകോപനവും കാണാനില്ല. പിന്നെന്തായിരിക്കും മോട്ടീവ്? സാർ, അങ്ങനെയാണ് കൊല്ലപ്പെട്ട അമേലിയയുടെ കേസിന്റെ പിന്നാലെ ഞാൻ പോയത്. അമേലിയ എന്ന 10 വയസ്സുകാരി സ്കൂളിലെ പ്രയറിലൊന്നും പങ്കെടുത്തിരുന്നില്ല. ഷി വാസ് എ ഡിവോട്ടഡ് ആബ്സെന്റ്. ഒരുതരം സെൽഫ് ഇമ്പോസ്ഡ് ഓസ്ട്രസൈസേഷൻ. അമേലിയെ ഒരു മതവിശ്വാസവും ആരും ശീലിപ്പിച്ചിരുന്നില്ല. അവളുടെ മാതാപിതാക്കളും അവിശ്വാസികളായിരുന്നു. അഡ്മിഷൻ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ മതം രേഖപ്പെടുത്തേണ്ടയിടത്ത് മതവിശ്വാസം ഇല്ല എന്നാണ് ചേർത്തിരിക്കുന്നത്. മറ്റ് കേസുകൾ പരിശോധിച്ചപ്പോൾ കൊല്ലപ്പെട്ടവരെല്ലാം നാസ്തികർ, ഈശ്വരവിശ്വാസമില്ലാത്തവർ. സാധാരണ ക്രിസ്തീയ കുടുംബങ്ങളിൽ കാണുന്ന പ്രാർത്ഥനാമുറിയോ രൂപക്കൂടോ ഒന്നും ഇവരാരെയും വീടുകളിലില്ല. അതായത് വിശ്വാസമില്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് അമിത വിശ്വാസിയായ ഒരാൾ അല്ലെങ്കിൽ അന്ധവിശ്വാസിയായ ഒരാൾ കൊലപ്പെടുത്തുന്നു. ശരീരത്തെ മനസ്സിൽ നിന്ന് വേർപെടുത്തി മറ്റൊരു ലോകത്തെത്തിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊരു രീതിയാണ് കുറ്റവാളി പരീക്ഷിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് താനെന്നുള്ള ഒരു വിഭ്രാന്തി, എ ഡെലൂഷണൽ ഡിസോർഡർ. അതാവനെ വഴിയുള്ളൂ മോട്ടീവ്. മുൻപ് കാലിഫോർണിയയിൽ ഒരുത്തനുണ്ടായിരുന്നു, ചാൾസ് മാൻസൺ. നേരിട്ടല്ല, വിശ്വാസികളായ അനുയായികളെ ഉപയോഗിച്ച് കൊലകൾ ചെയ്തു കൂട്ടി. താൻ ദൈവത്തിന്റെ അവരനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു ഭ്രാന്തൻ. എല്ലാ നാട്ടിലും കാണും ഇതുപോലെ വിശ്വാസ വിഭ്രാന്തി പിടിച്ച കില്ലേഴ്സ്. അപ്പൊ ഈ അക്കങ്ങൾ ഈ 10 പേരെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന് പിന്നില് എന്തുകൊണ്ട് 10 പേര് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനുള്ള ഒരു ക്ലൂവും ഒരിടത്തും അവൻ അവശേഷിപ്പിച്ചിട്ടില്ല. മഴയുള്ള രാത്രികൾ കൊലപാതകത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ ഇരയുടെ ശബ്ദം പുറത്തു കേൾക്കില്ല. അതുമാത്രമല്ല, സ്നിഫർ ഡോഗ്സ് മണം പിടിച്ച് എവിടെയും എത്തുകയുമില്ല. വാട്ട് നെക്സ്റ്റ്? കേൾക്കുമ്പോൾ അപ്സൈഡാണെന്ന് തോന്നാം. വലിയൊരു ടാസ്ക്കാണ്. സിറ്റിയിലെ ഔദ്യോഗിക രേഖകളിൽ നാസ്തികരെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ആളുകളുടെയും പേരുവിവരങ്ങൾ എനിക്ക് കിട്ടണം, ഏറ്റവും എളുപ്പത്തിൽ. ഈ കഴിഞ്ഞ സംഭവങ്ങളിലെല്ലാം ഒരു ഫാമിലി മൊത്തമായിട്ടാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവൻ ലക്ഷ്യം വെക്കുന്ന അവസാനത്തെ ആള് അതാരായിരിക്കും? അയാൾ ആരാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എളുപ്പം അവനെ കണ്ടുപിടിക്കാം. മേരി മാതാ സെമിനാരിയിലെ ബ്രദർ സൈമൺ, നിനക്ക് വന്ന വെളിപാട് ദൈവത്തിൻ്റെ അല്ല, സാത്താൻ്റെയാണ്. നിന്റെ ബലി പൂർണ്ണതയില്ലാതാകാൻ പോകുന്നു. അവൻ കൽപ്പിച്ച ബലിയെ തടുക്കാൻ നിങ്ങൾക്കാവില്ല. ഇനി നീ എങ്ങനെയാ അത് പൂർണ്ണമാക്കും? ഹൗ ഡിഡ് യു ഫൈൻഡ് മീ? ഒരു പോലീസുകാരൻ എന്ന നിലയിൽ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ എന്നാലും നീ കൊന്നൊടുക്കിയത് മുഴുവൻ നിരീശ്വരവാദികളെ അല്ലെങ്കിൽ ദൈവനിഷേധികളെ. നിന്റെ അവസാനത്തെ ഇര അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട് ഗവൺമെന്റ് അനാഥാലയത്തിൽ കഴിയുന്ന ഒരു മതവിശ്വാസ ശീലങ്ങളുമില്ലാത്ത മാർട്ടിൻ എന്ന 10 വയസ്സുകാരനായിരുന്നു. നീ എന്തിനാണ് ഈ അക്കങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കുന്നത്? ദൈവത്തെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയോ എന്ന് നോക്കിയതാ. യെസ് സർ, ബ്ലഡ് ഗ്രൂപ്പ് ഇവൻ്റെ തന്നെയാണ്, AB നെഗറ്റീവ്. പിന്നെ കൈമുറിച്ച പാടുകൾ ഇവൻ്റെ കൈ തന്നെ ഉണ്ടല്ലോ. പോരാത്തതിന് കൈമുറിക്കാൻ ഉപയോഗിച്ച കത്തിയും.
സാർ സൈമണ് കഴിക്കാൻ എന്താ വേണ്ടത്? സാറ് കരുതുന്നുണ്ടോ ഞാനൊരു ഭ്രാന്തനാണെന്ന്? എൻ്റെ പ്രവൃത്തിയെല്ലാം ബോധ്യത്തോടെയാണ്. അവർ ദൈവത്തെ നിഷേധിച്ചു. ദൈവത്തെ വിളിക്കേണ്ട സമയത്ത് അവർ ദൈവത്തെ അവഹേളിച്ചു. ദൈവത്തെ ധിക്കരിച്ച് വളർന്നവർക്ക് ഈ ഭൂമിയിൽ ഇടമില്ല. സാർ, ബലി ഞാൻ പൂർണ്ണതയിൽ തന്നെ അർപ്പിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാർ ബലി ഞാൻ പൂർണ്ണതയിൽ തന്നെ അർപ്പിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രതിയുടെ ആത്മഹത്യയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയണം സാർ. സാർ, നോ കമന്റ്സ്. ഇപ്പൊ എന്തായി? തന്നെ ദൈവം തോൽപ്പിച്ചതാ. ഡെറിക് എബ്രഹാമിന്റെ സർവീസിൽ ആദ്യത്തെ ബ്ലാക്ക് മാർക്ക്. പോലീസിന്റെ പരാജയം പൂർണ്ണമായില്ലേ? കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതി ആത്മഹത്യ ചെയ്ത് നിങ്ങളുടെ ജാഗ്രത കുറവുണ്ടല്ലേ? ഒന്നും പറയാനില്ല. പറയണം സാർ. നിങ്ങളല്ലേ ഉത്തരം പറയേണ്ടത്. മാറി. വിശദീകരണം തരണം സാർ. ജനങ്ങൾ അറിയട്ടെ. മാറി നിൽക്കണം. മാറി നിൽക്ക്. സീരിയൽ കില്ലറുടെ ആത്മഹത്യ കെടുകാര്യസ്ഥതയുടെ പര്യായമായി കേരള പോലീസ്. കേരളത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ സീരിയൽ കില്ലർ സൈമൺ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ASP ഡെറിക് അബ്രഹാമിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സർക്കാരും ആഭ്യന്തര വകുപ്പും പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് DGP ദീപക് ചരൺ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. ഒന്ന് അനങ്ങി നടക്കടാ. എടോ, തന്നെ കാണാൻ തന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. എടോ, തന്നോടാ, തന്റെ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന്. എനിക്കാരും കാണണ്ട. അയാൾ എൻ്റെ ആരോഗ്യം. ഓ, അയാൾ എന്റെ ആരുമല്ല. നിന്റെ അനിയൻ പറഞ്ഞതാ. നീ ചെയ്തതിനൊക്കെ ഉള്ള തിരിച്ചടിയായിട്ട് കരുതിയാ മതിയടാ. നിന്റെ ചെയ്ത്തിന്റെ ഫലമൊക്കെ നീ അനുഭവിക്കും. ചെയ്തതിനെ കുറിച്ച് എനിക്ക് പശ്ചാത്തലമൊന്നുമില്ല. ചെയ്യാതിരുന്നതിനെ കുറിച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നിന്റെ നോവിങ്ങനെ കിടന്ന് പൊളയ്ക്കുന്നത്.
Okay, fine. നിന്റെ ഇച്ചാനെ പോലെ പോലീസിൽ തന്നെ നോക്കായിരുന്നില്ലേ? ലണ്ടനിലോട്ടുള്ള ട്രെയിനിങ് ലിസ്റ്റ് വന്നാണായിരിക്കും അല്ലേ? ഉണ്ട്, കം. യാ. അപ്പൊ ട്രീറ്റ് എന്റെ വകയാണേ. കൂൾ ബ്രോ. നിനക്ക് വിഷമമുണ്ടോ? അതെ, ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ മിക്കവരും. അങ്ങനെ തോന്നുന്നുണ്ടോ? പുറത്തൊക്കെ പോയി പ്രാക്ടീസ് ആവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നേ നല്ല പൂത്ത കാശാരുടെ ഗെയിമാ. ഇനിയിപ്പൊ ഞാൻ ആഗ്രഹിച്ചാലും എന്റെ ചായൻ കൈക്കൂലി വാങ്ങത്തില്ല. അതിപ്പോ നന്നായി, അല്ലെങ്കിലേ നീ എന്നെ വിട്ടു പോയേനെ അല്ലേ? നീ അത് വിചാരിച്ച് സന്തോഷിക്കുവല്ലേ? നിന്നെ കെട്ടിയിട്ട് നിന്റെ കാശ് കൊണ്ട് ഞാൻ പുറത്തുപോയി പ്രാക്ടീസ് ചെയ്തോളാം കേട്ടാ. അത് കുഴപ്പമില്ല. അപ്പോ ഞാനും കൂടി ഉണ്ടാവില്ലേ? ആണോ? അല്ല സാറേ, ഞാൻ ഇടക്കൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സസ്പെൻഷൻ പീരീഡ് ഒക്കെ? എനിക്ക് ഇതുവരെ സർവീസിൽ ബ്ലാക്ക് മാർക്കും ഇല്ല. എന്തെങ്കിലും ചെയ്യുന്നവർക്കേ എന്തെങ്കിലും കിട്ടുള്ളൂ. എന്നാ പോക്കാണ് ഇവനൊക്കെ? ഇവനൊക്കെ ഏതെങ്കിലും പ്രമുഖന്റെ മോനായിരിക്കുള്ളൂ. പ്രമുഖന്റെ മോനൊന്നുമല്ല, എന്റെ അനിയന. സാറിന് തന്നെയാണല്ലേ നല്ല കൺട്രോള്. പോക്ക് കണ്ടറിഞ്ഞൂടെ? ഏതാണ് പെണ്ണേതാണ്? കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട്. തേക്കാണ്ടിരുന്നാ മതിയായിരുന്നു. അല്ല, സാറിന്റെ ആണല്ലോ അനിയൻ.